ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, പകുതി നാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ മസാല മിക്സ് ചെയ്യുക. അതിന് ശേഷം ഏത് മീനാണ് നമ്മൾ പൊള്ളിക്കാൻ എടുത്തേക്കുന്നത് ആ മീനിൻ്റെ മണ്ടയിലോട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. ഞാനിവിടെ ഹമൂർ എന്ന് പറയുന്ന മീനാണ് എടുത്തേക്കുന്നത്. ആ പോലെ കരിമീനൊക്കെ എടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കറിവേപ്പില ഇട്ട് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന മീനൊന്ന് വറുത്ത് മാറ്റി വയ്ക്കുക. ആ പാനിലോട്ട് തന്നെ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും സവോളയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. പാകത്തിനുള്ള ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. സവോളയൊന്ന് പകുതി വഴണ്ടി കഴിയുമ്പം തക്കാളിയും നമ്മുടെ പച്ചമുളകും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടിട്ട് നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ്. അതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ വാട്ടിയൊരു വാഴയില എടുക്കുക. അതിനകത്തോട്ട് നമ്മുടെ മസാല ഇട്ടതിന് ശേഷം മീൻ വറുത്തതും കൂടെ നമ്മൾ ചേർത്തിട്ട് മസാലയിലൊന്ന് പൊതിഞ്ഞ് വാഴയിലക്കകത്ത് കെട്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് വേറൊരു പാൻ എടുക്കുക. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൻ്റെ മണ്ടയിലോട്ട് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന വാഴയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് പൊള്ളിച്ചെടുത്താൽ നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.